എല്ലാവർക്കും നമസ്കാരം. ഇനി വരാൻ പോകുന്ന ഡിഗ്രി ലെവൽ എക്സാംസ്. അപ്പൊ അതിനകത്ത് ഇംഗ്ലീഷ് ഉണ്ടല്ലോ. ഇംഗ്ലീഷിൽ നമുക്ക് എങ്ങനെ നന്നായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും? നമ്മള് എങ്ങനെ പഠിക്കണം? അതേപോലെ തന്നെ നെഗറ്റീവ് നമുക്ക് എങ്ങനെ ഒഴിവാക്കാൻ പറ്റും? പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ഇംഗ്ലീഷിലെ ക്വസ്റ്റ്യൻസ്. അതായത് നമ്മൾ നെഗറ്റീവ് അടിക്കാൻ സാധ്യതയുള്ള കുറച്ച് ഇംഗ്ലീഷിലെ ക്വസ്റ്റ്യൻസ്. ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ട്ടോ. അപ്പൊ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഞാൻ നമ്മുടെ മിക്ക ക്ലാസ്സുകളും നമ്മൾ പറയുന്ന കാര്യമാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ചെയ്യേണ്ടത് PYQ ഡിസ്കസ് ചെയ്യുക അല്ലെങ്കിൽ PYQ നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. മിനിമം ഒരു 5 വർഷത്തെ PYQ എല്ലാവരും ചെയ്ത് നോക്കുക. ചെയ്യുമ്പോൾ ഡിഗ്രി ലെവലിന്റെ PYQ തന്നെ എല്ലാവരും വർക്ക്ഔട്ട് ചെയ്യാൻ നോക്കുക കേട്ടോ. അപ്പൊ ഈ PYQ ചെയ്യുമ്പോൾ നമുക്ക് അതിനകത്ത് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മുടെ ചിലപ്പോൾ തെറ്റുമായിരിക്കും, ആൻസേഴ്സ് നമ്മുടെ മിസ്റ്റേക്ക് വരും. അപ്പോൾ ഏത് ടോപ്പിക്കാണ് നമ്മൾ തെറ്റണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ടോപ്പിക്ക് കുറച്ചും കൂടെ സ്ട്രോങ് ആക്കി കൊണ്ടുവരിക, എന്നിട്ട് അടുത്ത PYQ ചെയ്യുക. അങ്ങനെ ചെയ്ത് പഠിക്കണം. അല്ലാതെ ഓരോ ദിവസവും വെറുതെ PYQ ചെയ്തുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. നമ്മൾ വരുന്ന മിസ്റ്റേക്കും കൂടെ നമ്മളത് ഓവർകം ചെയ്ത് അടുത്ത PYQ ചെയ്ത് സെറ്റാക്കി കൊണ്ടുവരാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ PYQ ചെയ്യാന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ്. പിന്നെ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും പറയുന്ന പോലെ എലിമിനേഷൻ മെത്തേഡ് വർക്ക്ഔട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. കാരണം 4 ഓപ്ഷനിൽ നിന്ന് ബാക്കി 3 ഓപ്ഷൻസ് അല്ല എന്നുള്ള കാര്യം ഉറപ്പുവരുത്തിയിട്ട് 4ാമത്തെ ഓപ്ഷൻ ബബിൾ ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ ആപ്റ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡ്. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് നെഗറ്റീവ് ഒഴിവാക്കാൻ പറ്റും. അപ്പൊ അതെങ്ങനെ ചെയ്യണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മുമ്പത്തെ ക്ലാസ്സുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ അതിനെക്കുറിച്ചൊക്കെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ചെയ്യാം. അപ്പൊ ഇന്ന് നമ്മൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഡിഗ്രി ലെവലിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഓക്കെ, എക്സ്പെക്ട് ചെയ്യാവുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ഇതിനു മുമ്പ് PSC ഈ ഒരു ടൈപ്പ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. എക്സാക്ട് സെയിം ടൈപ്പ് ക്വസ്റ്റ്യൻ അല്ല, പക്ഷേ നമുക്ക് എക്സാമുകളിൽ പ്രതീക്ഷിക്കാവുന്ന തരത്തിലുള്ള ചോദ്യങ്ങളാണ്. കാരണം ഡിഗ്രി ലെവൽ എക്സാംസ് ആണല്ലോ, നമ്മൾ കുറച്ചും കൂടെ എക്യൂബ്ഡ് ആയിട്ട് വേണം മുന്നോട്ട് വരാൻ അല്ലെ. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. യു വുഡ് ബെറ്റർ ഡു ഇറ്റ് നൗ. എന്തായിരിക്കും ക്വസ്റ്റ്യൻ ടാഗ്? യു വുഡ് ബെറ്റർ ഡു ഇറ്റ് നൗ. വേഗം ആൻസർ പറഞ്ഞോളൂ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഇതേപോലെ എപ്പസ്ട്രോഫി വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് PSC ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, എന്തായിരിക്കും ആൻസർ ആയിട്ട് വരിക? ആൻസർ യെസ്, ഓപ്ഷൻ ബി ആണ്. ഹാഡ് ഇൻ ഡ്യൂ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. എന്താണ് ആൻസർ? ഹാഡ് ഇൻ ഡ്യൂ ആണ് ആൻസർ ആയിട്ട് വരിക. ഓക്കെ, ഹാഡ് ബെറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രയോഗം ഉണ്ട് കേട്ടോ. ഹാഡ് ബെറ്റർ. അപ്പൊ ഇവിടെ ഡി കാണുമ്പോൾ എപ്പോഴും അത് ഹാഡ് തന്നെ ആവണം എന്നില്ല. അത് വുഡ് ആവാം, ഹാഡ് ആവാം. അങ്ങനെ ഡി വെച്ചിട്ട് വരുന്ന ആര് വേണമെങ്കിലും വരാം. മനസ്സിലായോ? പക്ഷെ നമ്മള് വുഡ് ബെറ്റർ എന്ന് പറഞ്ഞുള്ള ഒരു പ്രയോഗം ഇല്ല അല്ലെ. അതുകൊണ്ടാണ് വുഡ് യൂസ് ചെയ്യാത്തത്. ഡിഡ് ബെറ്റർ എന്ന് പറയോ? ഇല്ല. അപ്പൊ ഹാഡ് ബെറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു യൂസേജ് ഉണ്ട്. അതുകൊണ്ടാണ് ഇവിടുത്തെ ആൻസർ അല്ലെങ്കിൽ ഇവിടുത്തെ വേർഡ് നമ്മൾ ഹാഡ് ആയിട്ട് എടുക്കാനുള്ള റീസൺ. പിന്നെ ഇത് പോസിറ്റീവ് ആയിരിക്കും, അപ്പൊ ഇവിടെ നെഗറ്റീവ് ആക്കണമല്ലോ. അപ്പൊ അതുകൊണ്ടാണ് ഹാഡിന്റെ കൂടെ ഒരു നോട്ടും കൂടെ ചേർത്തിട്ട് ഹാഡ് ഇൻ ഡ്യൂ എന്നുള്ള രീതിയിൽ നമ്മൾ ആൻസർ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ക്ലിയർ ആയോ? അപ്പൊ ഇതേപോലെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ ആരും തെറ്റിക്കരുത്, അതേപോലെ തന്നെ കൺഫ്യൂഷനും വരരുത്. ക്ലിയർ ആണല്ലോ? ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സെക്കൻഡ് വൺ. നെക്സ്റ്റ് വൺ, ഷീഡ് റാദർ ഗോ ദെയർ. വീണ്ടും നമ്മുടെ ക്വസ്റ്റ്യൻ ടാഗുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഷീഡ് റാദർ ഗോ ദെയർ. എന്തായിരിക്കും ആൻസർ ആയിട്ട് വരിക? വീണ്ടും ഇവിടെ ഡി ആണ് വന്നിട്ടുള്ളത് അല്ലെ. അപ്പസ്ട്രോഫി ഉണ്ട്. വേഗം പറഞ്ഞൊരു എന്താണ് ആൻസർ ആയിട്ട് വരുന്നത്? ഇത് ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ യൂസേജ് ഉണ്ടല്ലോ, യൂസേജ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ടോപ്പിക്കിൽ നിന്നും ക്വസ്റ്റ്യൻ ടാഗും കൂടിയിട്ട് രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു രീതിയിലാണ് ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് അല്ലെ. എന്തായിരിക്കും ആൻസർ? ആൻസർ ഇട്ട് ഓപ്ഷൻ ബി ആണ്. വുഡിൻ ഷീ ആണ് ആൻസർ ആയിട്ട് വരിക. ഓക്കെ, അപ്പോ ഇവിടെ ഈ ഒരു ഭാഗം പോസിറ്റീവ് ആണ്, അപ്പൊ ഇവിടെ നെഗറ്റീവ് ആയിരിക്കും നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് അല്ലെ. വുഡ് റാദർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു യൂസേജ് ഉണ്ട്, ശരിയല്ലേ? വുഡ് റാദർ. ഓക്കെ, അപ്പൊ ഡി എന്ന് പറയുന്നത് വുഡ് ആണ്. ഇനി നെഗറ്റീവ് ആക്കണം, അപ്പൊ നമ്മൾ വുഡിന്റെ കൂടെ നോട്ടും കൂടെ ചേർത്തിട്ട് വുഡിൻറ്റ് എന്ന് പറയും അല്ലെ. വുഡിൻ ഷീ ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക. ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലേ? അപ്പൊ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് അറിഞ്ഞു വെച്ചേക്കണം. വുഡ് റാദർ എന്നുള്ള യൂസേജ് ഉണ്ട്, അത് അറിഞ്ഞാൽ മാത്രമേ ഇതേപോലുള്ള ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെ ഹാഡ് ബെറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള യൂസേജ് ഉണ്ട് കേട്ടോ. ഓക്കെ, ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വീണ്ടും നമ്മൾ നമ്മുടെ ക്വസ്റ്റ്യൻ ടാഗുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അടുത്ത ക്വസ്റ്റ്യൻ ആണ്. അരവിന്ദ് ഹാസ് നെവർ ഹാഡ് എ ക്വാറൽ വിത്ത് ഹിസ് വൈഫ്. എന്തായിരിക്കും ക്വസ്റ്റ്യൻ ടാഗ്? അരവിന്ദ് ഹാസ് നെവർ ഹാഡ് എ ക്വാറൽ വിത്ത് ഹിസ് വൈഫ്. അപ്പൊ ആദ്യം ചെയ്യേണ്ടത് എന്താ? ക്വസ്റ്റ്യൻ ടാഗിന്റെ ഏത് ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാലും ഫസ്റ്റ് ചെയ്യേണ്ടത് ഈ പറഞ്ഞ പോലെ നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ എന്നൊക്കെ എഴുതി വെച്ചേക്കുക. നെവർ കണ്ടപ്പോൾ മനസ്സിലായി നെഗറ്റീവ് ആണെന്ന് അല്ലേ. അപ്പൊ ഇവിടെ എന്തായിട്ട് വരും? ഇവിടെ പോസിറ്റീവ് ആയിട്ട് വരും ആൻസർ. ക്വസ്റ്റ്യൻ ടാഗ് പോസിറ്റീവ് ആയിട്ട് വരും. ഇനി എന്താ നോക്കണ്ടേ? ഇവിടെ ഒരു ഹാസും ഉണ്ട്, പിന്നെ ഇവിടെ ഒരു ഹാഡും ഉണ്ട്. അപ്പൊ എന്ത് ചെയ്യും?
ഈ ഹാസിന് ശേഷം വന്നിട്ടുള്ളത് V3 ഫോം ഓഫ് ദി വെർബ് ആണെങ്കിൽ എന്താ ചെയ്യണ്ടേ? ഹാസിന് അതേപോലെ തന്നെ എടുക്കുക അല്ലെ? നമ്മൾ അങ്ങനെയല്ലേ പഠിച്ചിട്ടുള്ള ഹാസിന് ശേഷം V3 ഫോം ഓഫ് ദി വെർബ് ആണ് ഉള്ളതെങ്കിൽ ഹാസിന് അതേപോലെ തന്നെ എടുത്ത് പറഞ്ഞാൽ മതി. ശരിയല്ലേ? അപ്പൊ എന്തായിരിക്കും ആൻസർ ആയിട്ട് വരിക? ഹാസ് ഹി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക. ക്ലിയർ ആണല്ലോ? അപ്പൊ ഹാഡിന്റെ തേർഡ് ഫോം എന്ന് പറയുന്നത് ഹാസിന്റെ പാസ്റ്റ് ടെൻസ് ആണ് ഹാഡ് കേട്ടോ. ഹാസിന്റെ പാസ്റ്റ് ടെൻസ് എന്താ? ഹാഡ് ആണ്. V3 ഫോം എന്താ? അതും ഹാഡ് ആണ്. ക്ലിയർ അല്ലേ? പറഞ്ഞു വെച്ചേക്കണം. ഹാസ് അതിനുശേഷം V3 ഫോം ആണ് ഹാഡ് വന്നിട്ടുള്ളത്. ഹാസ് നമ്മൾ അതേപോലെ തന്നെ എടുത്തിട്ട് ആൻസർ പറഞ്ഞു. ഇതൊക്കെ നമ്മൾ ക്വസ്റ്റ്യൻ ടാഗിന്റെ പോർഷനിൽ ക്ലിയർ ആയിട്ട് പഠിപ്പിച്ചിട്ടുള്ളതാണ് കേട്ടോ. ഇനി 4ാമത്തെ ചോദ്യം നോക്കാം. 4th വൺ. വീണ്ടും നമ്മുടെ അപ്പസ്ട്രോഫിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ടാഗിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഹി സ്കെയർസ്ലി അഡ്മിറ്റഡ് ഹിസ് മിസ്റ്റേക്സ്. എന്തായിരിക്കും ആൻസർ? ഹി സ്കെയർസ്ലി അഡ്മിറ്റഡ് ഹിസ് മിസ്റ്റേക്സ്. ഓക്കെ, വേഗം ആൻസർ പറഞ്ഞോളൂ. ഇത് PYQ ആണ് കേട്ടോ. സ്കെയർസ്ലി കണ്ടപ്പോൾ മനസ്സിലായത് എന്താ? ഇത് നെഗറ്റീവ് ആയിട്ടുള്ള ഒരു വേർഡ് ആണ് അല്ലെ? അപ്പൊ ഇവിടെ പോസിറ്റീവ് ആയിരിക്കും നമ്മുടെ ആൻസർ ആയിട്ട് വരിക. ഓക്കെ, അഡ്മിറ്റഡ് കണ്ടപ്പോൾ മനസ്സിലായത് V3 ഫോം ഓഫ് ദി വെർബ് ആണ്. അപ്പൊ ഇവിടെ V3 ഫോം ഓഫ് ദി വെർബ് വരികയാണെങ്കിൽ ഇവിടുത്തെ S എന്ന് പറയുന്നത് എസ് ആയിരിക്കോ? അല്ല അല്ലെ? എന്തായിരിക്കും? ഹാസ് ആയിരിക്കും വരിക അല്ലെ? ഹാസ്, ഹാവ്, ഹാഡിന് ശേഷം നമ്മൾ V3 ഫോം ഓഫ് ദി വെർബ് യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ആൻസർ എന്താ വരിക? ഹാസ് ഹി ആണ് ആൻസർ ആയിട്ട് വരിക. പലരും ഇവിടെ ചിലപ്പോൾ നെഗറ്റീവ് അടിച്ചിട്ടുണ്ടാവും. എസ് കാണുമ്പോൾ എപ്പോഴും എസ് തന്നെ വരണം എന്നില്ല എന്നുള്ള കാര്യം കറക്റ്റ് ആയിട്ട് തന്നെ പഠിച്ചു വെക്കുക കേട്ടോ. ക്ലിയർ അല്ലേ? അതേപോലെ തന്നെ ബീനൊക്കെ വരുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ബീൻ എന്ന് പറയുന്നത് നമ്മുടെ ബിയുടെ V3 ഫോം ആണ് ബീൻ എന്ന് പറഞ്ഞിട്ടുള്ള വേർഡ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ബീൻ വരുമ്പോഴും അത് V3 ഫോം ആണ്. അപ്പൊ ഇതേപോലെ ബീൻ വരുമ്പോ ബി കൊടുക്കുകയാണെങ്കിൽ അത് ഹാഡ് ആയിരിക്കും, അല്ലെങ്കിൽ എസ് കൊടുക്കുകയാണെങ്കിൽ അത് ഹാസ് ആയിരിക്കും എന്നുള്ള കാര്യമൊക്കെ ഓർത്ത് വെച്ചേക്കുക. നെഗറ്റീവ് അടിക്കരുത്. ഇനി 5ാമത്തെ ചോദ്യം നോക്കാം. 5th വൺ. യു മേ ഹാവ് സീൻ ഹിം. എന്തായിരിക്കും ക്വസ്റ്റ്യൻ ടാഗ്? യു മേ ഹാവ് സീൻ ഹിം. എന്തായിരിക്കും ക്വസ്റ്റ്യൻ ടാഗ് വരിക? ഓക്കെ, പോസിറ്റീവ്, നെഗറ്റീവ്. ഇനി വേഗം പറഞ്ഞോളൂ. മേ എന്ന് പറഞ്ഞിട്ടുള്ള ആളെ വേണം നമ്മൾ ഫസ്റ്റ് പരിഗണിക്കാൻ അല്ലെ? കാരണം ആദ്യം വന്നിട്ടുള്ള ഓക്സിലറി വെർബ് അല്ലെങ്കിൽ മോഡൽ ഓക്സിലറി വെർബിനെ വേണം നമ്മൾ ആദ്യം പരിഗണിക്കാനായിട്ട്. ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ് എന്നുള്ള രീതിയിൽ. ഓക്കെ, ഇനി മെയിന്റെ കൂടെ ഒരു നോട്ടും കൂടെ ചേർത്തിട്ട് നമ്മൾ മെയിൻറ്റ് എന്ന് പറയുമോ? അങ്ങനെ ഒരു പ്രയോഗം ഇംഗ്ലീഷിൽ ഇല്ല അല്ലെ? നമ്മൾ ആമിൻറ്റ് എന്ന് പറയാറില്ല. അതേപോലെ തന്നെ മെയിൻറ്റ് എന്ന് നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല. പകരം മൈറ്റിൻറ്റ് യു എന്ന് വേണം പറയാനായിട്ട്. നമ്മൾ ആറിൻറ്റ് യു എന്ന് പറയില്ല. ആമിൻറ്റ് യുവിന് പകരം നമ്മൾ ആറിൻറ്റ് യു പറയൂ അല്ലെ? അതേപോലെ തന്നെ മൈറ്റിൻറ്റ് യു എന്ന് വേണം യൂസ് ചെയ്യാനായിട്ട് കേട്ടോ. അറിയാത്തവരുണ്ടെങ്കിൽ നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഓക്കെ, ഇനി 6th വൺ, നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ലത ആൻഡ് ഐ ഡാഷ് ടു ദി സിനിമ ആസ് പ്ലാൻഡ് ഏർലിയർ. ലത ആൻഡ് ഐ ഡാഷ് ടു ദി സിനിമ ആസ് പ്ലാൻഡ് ഏർലിയർ. എന്തായിരിക്കും ആൻസർ ആയിട്ട് വരിക? അപ്പോൾ ഇതേപോലെ ഒരു ക്വസ്റ്റ്യൻ ഒക്കെ കിട്ടുമ്പോൾ ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് ആൻസർ കിട്ടണം എന്നില്ല. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ വിചാരിക്കും ലത ആൻഡ് ഐ അല്ലേ, ഐക്ക് ശേഷം ആം ഗോയിങ്, ഇങ്ങനെ ചിലപ്പോൾ ഇത് ബബിൾ ചെയ്യും. മനസ്സിലാവുണ്ടോ? അപ്പൊ അങ്ങനെ ചെയ്യാണ്ട് എപ്പോഴും ബാക്കിയുള്ള ഓപ്ഷൻസ് എന്തുകൊണ്ട് തെറ്റി എന്നും കൂടെ മനസ്സിലാക്കിയിട്ട് വേണം ബബിൾ ചെയ്യാനായിട്ട്. അത് നേരത്തെ ഞാൻ പറഞ്ഞ നമ്മള് എലിമിനേഷൻ മെത്തേഡ് നോക്കാനായിട്ട് കേട്ടോ, അല്ലെങ്കിൽ നമുക്ക് നെഗറ്റീവ് അടിക്കും. അപ്പൊ നമുക്ക് നോക്കാം. ലത ആൻഡ് ഐ. അപ്പൊ ആൻഡ് ഉണ്ട്, പ്ലൂറൽ ആണ്. അപ്പൊ പ്ലൂറൽ ആയതുകൊണ്ട് തന്നെ നമ്മള് പ്ലൂറൽ വെർബ് വേണം യൂസ് ചെയ്യാനായിട്ട് അല്ലെ? ഇപ്പൊ ഇവിടെ ഓർ ആണെങ്കിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? രണ്ടാമത്തെ ആളെ നോക്കിയിട്ട് നമുക്ക് ഇവിടെ ആം യൂസ് ചെയ്യാം. ശരിയല്ലേ? ഓർ ആണെങ്കിൽ നമുക്ക് രണ്ടാമത്തെ സബ്ജക്റ്റിനെ നോക്കിയിട്ട് ആം യൂസ് ചെയ്യാം. ഇവിടെ ഓർ അല്ല, ആൻഡ് ആണ് വന്നിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ പ്ലൂറൽ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യണം. അപ്പൊ ആം ഗോയിങ് പറ്റുമോ? ഇല്ല അല്ലെ? ഇനി ഗോൺ. ഗോൺ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വെറുതെ എയറിൽ നിൽക്കുവോ? ഇല്ല അല്ലെ? ഗോൺ എന്ന് പറയുന്നത് V3 ഫോം ഓഫ് ദി വെർബ. ഗോ, വെന്റ്, ഗോൺ. ഈ ഗോൺ എന്ന് പറഞ്ഞിട്ടുള്ള ആളുടെ മുമ്പിൽ ഹാസോ, ഹാവോ, ഹാഡോ അങ്ങനെ ആരെങ്കിലും ഒക്കെ വേണോ അല്ലെ? ഓക്കെ, അപ്പൊ അതൊന്നും ഇവിടെ കൊടുത്തിട്ടില്ല. അപ്പൊ ഗോൺ പറ്റുമോ? ഇല്ല. മനസ്സിലാവുണ്ടോ? അപ്പൊ ഇതേപോലെ ഓരോന്നല്ല എന്നുള്ള കാര്യം ഉറപ്പിക്കുക, എന്നിട്ട് വേണം ആൻസർ ചെയ്യാൻ കേട്ടോ. ഇനി ആർ ഗോയിങ്, അത് നോക്കിയേ. ലത ആൻഡ് ഐ ആർ ഗോയിങ് അല്ലെ? ലതയും ഞാനും പ്ലൂറലാണ്. അപ്പൊ അതിന്റെ കൂടെ നമുക്ക് ആർ യൂസ് ചെയ്യാം. ഓക്കെ, അപ്പൊ എസ്, വാസ്, ആറ്, വേറ് ഇതിന്റെയൊക്കെ കൂടെ നമുക്ക് ING ഫോം ഓഫ് ദി വെർബ് യൂസ് ചെയ്യാം. ശരിയല്ലേ? അപ്പൊ ഇതാണ് നമ്മുടെ കറക്റ്റ് ആൻസർ അല്ലെ? ലത ആൻഡ് ഐ ആർ ഗോയിങ് ടു ദി സിനിമ ആസ് പ്ലാൻഡ് ഏർലിയർ.
കിട്ടിയോ? അപ്പൊ ഇതേപോലെ ആൻസർ ചെയ്യാൻ നോക്കുക കേട്ടോ. ഇതേപോലെ നിങ്ങൾ വീട്ടിലിരുന്ന് സെൽഫായിട്ടൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. എന്തുകൊണ്ട് ബാക്കിയുള്ള ആൻസേഴ്സ് ഒക്കെ തെറ്റായിട്ട് വന്നു, എന്തുകൊണ്ട് ഇത് കറക്റ്റ് ആയിട്ട് വന്നു. അപ്പൊ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ മെത്തേഡ് ചെയ്ത് നോക്കുക. ഓക്കെ, എല്ലാവർക്കും നല്ല രീതിയിൽ തന്നെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇംഗ്ലീഷ് വളരെ സിമ്പിൾ ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ്. നമുക്ക് 4 ഓപ്ഷനിൽ നിന്ന് ജസ്റ്റ് ഒരു ഓപ്ഷൻ ഐഡന്റിഫൈ ചെയ്താൽ മാത്രം മതി. അല്ലാണ്ട് എസ് ഒന്നും വലിച്ചു വരി എഴുതേണ്ട കാര്യമൊന്നും നമ്മുടെ ഈ പറഞ്ഞിട്ടുള്ള എക്സാമിന് വരുന്നില്ല കേട്ടോ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. അതേപോലെ തന്നെ നമ്മുടെ കോഴ്സുകൾ റണ്ണിങ് ആണ്. ഡിഗ്രി ലെവൽ എക്സാംസിന് വേണ്ടിയിട്ടും അതേപോലെ തന്നെ +2 ലെവൽ എക്സാംസിന് വേണ്ടിയിട്ട്, ഫോഴ്സ് എക്സാംസ് അതിന് വേണ്ടിയിട്ടുള്ള ഇംഗ്ലീഷിന് മാത്രമായിട്ടുള്ള കോഴ്സ് ഉണ്ട്, കറണ്ട് അഫയേഴ്സിന് മാത്രമായിട്ടുള്ള കോഴ്സ് ഉണ്ട്, മലയാളം, ഇംഗ്ലീഷ്, കറണ്ട് അഫയേഴ്സ്, മലയാളം, ഇതൊക്കെ കൂടിയിട്ടുള്ള കോഴ്സുകളുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജോയിൻ ചെയ്യാം. അതിന്റെ ലിങ്ക് ഞാൻ കമന്റ് ആയിട്ട് കൊടുത്തേക്കാം കേട്ടോ. അപ്പൊ താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ടിങ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു ഓൾ.